എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ് അല്ലേ? ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടെ നമ്മളെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ഇപ്പം മുതൽ തുടങ്ങിയാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമുക്ക് ഫുൾ A+ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂപോഡിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകിട്ടില്ല. ഇനി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാ വെറും 2,999 rupees ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നമുക്ക് സൂപ്പർ ആയിട്ട് പഠിച്ചു തന്നെ ഓണം എക്സാമിൽ എന്ത് ചെയ്യാം, ഫുൾ A+ വാങ്ങാം. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സീക്രറ്റ് കൂടി മിസ് പറഞ്ഞു തരാമായി പോവാണ്. അതെന്താണെന്ന് അറിയാം? യെസ്, നമ്മളെ എക്സാം എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കാമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം എന്താ, നമ്മുടെ സിലബസ് മാറിയിരിക്കുകയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു തന്നാലോ? യെസ്, സോ ലെറ്റ്സ് സീ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൺ ഓൾ ദി ചാപ്റ്റേഴ്സ് അല്ലേ? നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയേക്കാം. അപ്പം നമുക്ക് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണല്ലേ ഉള്ളത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരവും. വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും. ഇതൊക്കെ ട്രിക്കിലൂടെ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ട്രിക്ക് നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേരിയസ് സ്റ്റോൺ ഏജ് പീരീഡ്സ് അല്ലേ? നമ്മുടെ വിവിധ ശിലായുഗ കാലഘട്ടങ്ങളുടെ സവിശേഷതകൾ എന്താണെന്ന് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് ചേഞ്ചസ് സെറ്റിൽ ലൈഫ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്, മനുഷ്യരിൽ സ്ഥിരമായ ജീവിതം വരുത്തിയ മാറ്റങ്ങൾ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ചാപ്റ്റർ നല്ല രീതിയിൽ ക്ലാസ് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ആൻഡ് അടുത്തത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, 4 എണ്ണം ഉണ്ട്. ഇതിന്റെ കോഡ് മിസ് പറഞ്ഞു തന്നിരുന്നു, MECH അല്ലേ? ഇത് ഏതൊക്കെയാണെന്ന് ലൈവിന് ശേഷം താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ്, എന്തിനാണ് നദീതടത്തിൽ ഈ ഒരു സിവിലൈസേഷൻ സംസ്കാരങ്ങളൊക്കെ ഫോം ചെയ്തത്? ഇത്രയും ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റായി. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതാണ് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങൾ അല്ലേ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്, ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ, ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പം അവരുടെ, അതായത് നമ്മുടെ തത്വചിന്തകർ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. യെസ്. ഇനി അടുത്തത് പേർഷ്യൻ എംപയർ, പേർഷ്യൻ സാമ്രാജ്യം. പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ റോമൻ എംപയറിനെ വിട്ടുകളയരുത്, അതുകൂടെ പഠിക്കണം. പിന്നെ നമ്മൾ ഇന്ത്യനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അതും മിസ് ചെയ്യരുത്. പിന്നെ ജനപാഡാസ്, മഹാജനപാഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു അല്ലേ? യെസ്, ജനപദ, മഹാജനപദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ 2 ബോക്സിലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ടോപ്പിക്കും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. പിന്നെ മൗര്യ കിങ്ഡം, ജൈനിസം, ബുദ്ധിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജൈനിസം, ബുദ്ധിസം ആൻഡ് ഓൾസോ ചാർവാക ഫിലോസഫി. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്, ഏർലി സ്റ്റേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, രാഷ്ട്രവും ഗവൺമെന്റും. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് പറയട്ടെ? യെസ്, അപ്പോൾ പോപ്പുലേഷനെ കുറിച്ചിട്ട് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മുടെ ജനസംഖ്യയെ കുറിച്ചിട്ട്, പിന്നെ ടെറിറ്ററീസിനെ കുറിച്ചിട്ട്, പിന്നെ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചിട്ട്, സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിരിക്കും കേട്ടോ. ദെൻ സാവറിൻറ്റി, അതായത് എന്താ, പരമാധികാരം, രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം, അതേപോലെ ഗോത്രരാഷ്ട്രം, ദേശരാഷ്ട്രം എന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫ്യൂഡലിസം, പിന്നെ അതേപോലെ നവോത്ഥാനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്യൂഡലിസം എന്താണെന്നും നവോത്ഥാനം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അഭിന്യാസം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. ഇനി ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഷോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, രാഷ്ട്രവും ഗവൺമെന്റും എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ചാപ്റ്റർ കൂടിയുള്ളൂ, അതേതാണ്? യെസ്, ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു 4th ചാപ്റ്ററിന് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് വെച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിന്നൊന്നും പഠിക്കേണ്ടതല്ല. ഓക്കെ, അപ്പം ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക, സെക്കൻഡും അടിപൊളിയായിട്ട് പഠിക്കുക, 3rd ചാപ്റ്റർ പഠിക്കുക, 4th ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, അതായത് അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കാം. പിന്നെ എന്താണ് കാർട്ടോഗ്രഫി,
ഭൂപടത്തിന്റെ കാര്യം സെറ്റാക്കി പറഞ്ഞല്ലേ, യെസ്, ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ പ്രൊജക്ഷനുകൾ, അതായത് അതിന്റെ മാപ്പ് പ്രൊജക്ഷൻ ഏതാണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ സംഗതി സിമ്പിൾ അല്ലേ? അപ്പൊ ഇനിയും മിസ് പറയാണ്, നമ്മുടെ ക്ലാസ് 6 സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ വെറും 2999 ആണ് നമ്മുടെ ബാച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ കൂടെ നിന്നിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരും താഴെ കമന്റ് ബോക്സിൽ "വി ആർ റെഡി" എന്ന് കമന്റ് ചെയ്യുക. മിസ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ പൂവിനൊപ്പം. ഓക്കെ.